ഗൈസ് വെൽക്കം വണക്കം. ഈ ബിഗ് ബോസ് ഹൗസിലെ മണ്ടനാണോ അനീഷ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു സംഭവം കാണിച്ചില്ല. എനിക്ക് ഈ ആതിരയോടും നൂറയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, സത്യം, സീരിയസ്ലി. പക്ഷേ ഒന്ന് കണ്ടു നോക്കിയേ. ഇത് ഏഷ്യാനെറ്റ് തന്നെ ഇട്ടേക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാമിനകത്തുള്ളൊരു പ്രൊമോ സംഭവമാണ്. അതിൻ്റെ അകത്ത് ഹൈലൈറ്റ്സ് ആയിരിക്കാം. അതിനുശേഷം പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടി കൊടുക്കുന്നതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെടാത്തത്, നിങ്ങളിത് എപ്പിസോഡും ഇത് ലൈവൊക്കെ കണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്, ഏതെന്തെങ്കിലും ടാസ്കിനകത്ത് വല്ല സംഭവിച്ചിട്ടാണോ പ്രശ്നം ഉണ്ടായത്? പിന്നാലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അത് ഇങ്ങനെ ഇട്ടിരുന്നത്: ആദില ഉള്ള സ്നേഹം കളഞ്ഞു കുളിക്കുക കേട്ടോ, ആ ബിഗ് ബോസ് വീട്ടിലാകെയുള്ള നല്ലൊരു മനുഷ്യനാണ് അനീഷ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു കമൻറ്റ് ഏറ്റവും ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ടോപ്പിലല്ല, എനിക്ക് ടോപ്പായിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ ഈയിടെ ഭയങ്കര ഓവറാണ് ആദില എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ഇട്ടേക്കുന്നു. സോ എനിവേ, ആദില ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ ഇതും ആദില ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ നത്തിങ്, ഒരൊറ്റ വ്യക്തികളോടും എനിക്ക് 100% ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇവിടെ വേറെ എന്തെങ്കിലും പുള്ളി അനാവശ്യം വല്ലതും കാണിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യും. അതല്ലാത്തടത്തോളം ഞാനിപ്പോഴും സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ആ ഈ 7th സീസണിലെ ഒരു ഗെയിമുള്ളൊരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു തരത്തിലുള്ളൊരു മോശമായിട്ടുള്ളൊരു ക്യാരക്ടറോ ബിഹേവിയറോ ഒന്നും അധികം ഇല്ലാത്ത വേറെ എങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. ഇതെന്താണ്, മറ്റേ ഒരു കാര്യം 100 വട്ടം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സംഭവത്തിന് ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ഗെയിമാണ്. അല്ലാതെ ഈ പുള്ളിയുടെ ഭാഗത്ത് എനിക്കറിയത്തില്ല. അനീഷിനെയാണ് ഈ ടാർഗറ്റ് വടി കൊടുത്ത് അടി വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. സോ ഇതിനകത്ത് അനീഷാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞെന്നുള്ള കാര്യം ലാലേട്ടൻ പറയുന്നത്. ഇനി മറ്റൊരു പോസ്റ്റ് കാണാം. ഈ പോസ്റ്റിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ ആ പോസ്റ്റ് വായിക്കാം. ഇന്ന് 1 മണിക്കൂറിന് മുമ്പ് വന്നൊരു പോസ്റ്റാണ്. ഇന്നത്തെ ബോട്ടിൽ ടാസ്കിലൂടെ അനീഷിൻ്റെ റിയൽ ഫേസ് പുറത്തു വന്നു. അപ്പോൾ അനീഷ് ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ്, റിയൽ ഫേക്ക് ആൻഡ് ക്രൂക്കഡ് പേഴ്സൺ എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായമുള്ളൊരു കമൻറ്റ് ചെയ്യണേ. ഷാനവാസ് അനീഷിനെ അല്ല, അനീഷ് ഷാനവാസിനെ ആയിരുന്നു യൂസ് ചെയ്തതും ചതിക്കുന്നതും. ഷാനവാസിൻ്റെ ഫെയിം കണ്ട് കൂടെ കൂടിയതാണ് അനീഷ്. ആദ്യം മുതൽ ഷാനവാസിൻ്റെ പിറകെ പോയി ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ സ്വിച്ച് ഇട്ട പോലെ കുത്തിത്ത എന്ന് പറഞ്ഞ് അത് സോൾവ് ആക്കാൻ നോക്കുന്നു. ഹീസ് എ മാനിപ്പുലേറ്റർ. ഗവൺമെൻറ് ജോലിയിൽ 5 years ലീവ് എടുത്തു ബിബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളാണ് അനീഷ്. മറ്റൊരാൾക്ക് കിട്ടേണ്ട ജോലി സാധ്യത കളഞ്ഞ ആൾ. കോമണർ എന്ന ടാഗ് കൊടുത്ത് അനീഷിനെ ആരും പാവമാക്കാൻ ശ്രമിക്കണ്ട. പുറത്ത് നല്ല PR സെറ്റ് ചെയ്ത് വന്ന പ്ലാൻഡ് ഗെയിമറാണ് അനീഷ്. വിൽ ദിസ് സീസൺ വേറെ ആര് ജയിച്ചാലും അനീഷ് ഈ സീസണിൽ ജയിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് ആപ്പാടെ ചിരി വന്നൊരു കാര്യം എന്താണ്, ഹീസ് ഫേക്ക് ആൻഡ് ക്രൂക്കഡ് പേഴ്സൺ ആൻഡ് ഹീസ് എ മാനിപ്പുലേറ്റർ. പിന്നെ എന്താ ബിഗ് ബോസിൽ കാണിക്കേണ്ടത്? ഇതൊക്കെയല്ലേ കാണിക്കേണ്ടത്? അവിടെ ആരാ ഒറിജിനല്? മാനിപ്പുലേറ്റ് ചെയ്യാത്തവൻ ബിഗ് ബോസ് ഹൗസിൽ പോവാതിരിക്കുക. മാനിപ്പുലേഷനാണ് ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിമിൻ്റെ മെയിൻ സംഭവം. അത് ബ്ലസ്ലിയൊക്കെ കണ്ട് പഠിക്കണം. മുൻകാല സീസണിൽ ബ്ലസ്ലിയൊക്കെ മാനിപ്പുലേഷൻ്റെ ഒക്കെ ഉസ്താദായിരുന്നു. അത് വേണം. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ പിന്നെ ഇപ്പോൾ അനീഷിൻ്റെ ഇതായിട്ടൊക്കെ മാറും. നമ്മൾ ബിബിയുടെ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും ഇത് മറ്റേ PR ആക്കാൻ ശ്രമിക്കണ്ട. ഇനി മറ്റൊരാളുടെ ജോലി കളഞ്ഞു എങ്ങനെ? ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. ജോലിക്ക് കയറി ലീവ് എടുത്തു എന്നുള്ളതാണ്, ജോലിക്ക് കയറി ലീവ് എടുത്തതിനെ കുറിച്ച്. ഓക്കെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുള്ളതാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞെട്ടി പിച്ചും പേയും പറയുന്നത് പോലെ ഉണ്ട്. ബിഗ് ബോസ് കണ്ടിട്ട് തന്നെയാണ് ഇതുപോലെ വിവരമില്ലാത്ത പോസ്റ്റുകൾ ഇടുന്നത്. നിങ്ങൾ ആക്ച്വലി കണ്ടവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ചെയ്യണം. തങ്കച്ചൻ്റെ സ്റ്റെപ്പിനെ ജയിപ്പിക്കാൻ പോരെ? തങ്കച്ചൻ്റെ സെറ്റപ്പിനെ ഇങ്ങനെ കരയാതെ കോമാളി. അക്ബർ ലൈവിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തൊക്കെ വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. സത്യത്തിലെ ടാസ്കിൽ ആദ്യമേ അനീഷിൻ്റെ ഗെയിം പാളി. കാരണം ഓക്കെ ജിൻഡോ സപ്പോർട്ടേഴ്സ് അനീഷ് ചേട്ടൻ എങ്ങനെ പറയില്ല ചേട്ടാ. എന്നിട്ട് അപ്പം ഇതാണ് സംഭവം. നെവിൻ്റെ ഫാൻ. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം. എല്ലാവരും പറയുന്നു അനുമോൾ ആണ് ടാസ്ക് കുളമാക്കിയത് എന്ന്. ടാസ്ക് കുളവും ആയോ? ഇവിടെ ഈ സീസണിൻ്റെ അകത്ത് ഇതാകെ കുഴപ്പമാണല്ലോ. ഇതെന്തെങ്കിലും തരത്തിൽ നല്ലതൊരെണ്ണം ഉണ്ടോ? ബട്ട് അനുമോൾ ജിഷിൻ അവരുടെ റോൾ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, കണ്ടവർ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
അവരുടെ റോൾ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സ് ആണല്ലോ, അത് അവർ നല്ല രീതിക്ക് ചെയ്തു വരുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ആണ് പുറത്തു നിന്നുള്ള ആര്യൻ ബിന്നിയൊക്കെ ബഹളം ആദ്യമായി ഉണ്ടാക്കിയത്. ശരിക്കും അനുമോൾ ആൻഡ് ജിഷിൻ ടോക്ക് വരുന്നത് നെവിൻ ആൻഡ് അനീഷ് ആയിട്ട് മാത്രമാണ്. അങ്ങനെ തന്നെ ആയിരുന്നു തുടക്കം. അതിൻ്റെ ഇടയ്ക്ക് പുറത്തുള്ള ബോട്ടിൽ ഏജൻസി അതിൽ കയറി ഇടപെട്ടു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്തപ്പോഴാണ് അനുമോൾ ഗതികെട്ട് ഇറങ്ങിപ്പോയത്. പിന്നീട് പുറത്തു നിന്നുള്ള ഇടപെടൽ ആര്യൻ മാത്രമല്ല, നൂറ, ആദില, ഷാനവാസ്, അക്ബർ അങ്ങനെ ഇടപെട്ട് ലാസ്റ്റ് എല്ലാവരും ഇടപെടൽ തുടങ്ങി. അങ്ങനെ ആകെ ഒരു വഴക്കായി. അനുമോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടപെടുന്നേ, നിങ്ങൾ ഇതിൽ ഇടപെടാൻ പാടില്ല, ഇത് ജ്യൂസ് കമ്പനി മുതലാളിമാരും ക്വാളിറ്റി ചെക്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ടോക്കാണ് എന്ന് അനുമോൾ പലവട്ടം പറയുന്നു ഉണ്ട്. അതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ടാസ്ക് മൊത്തത്തിൽ കുളമാവുകയും ചെയ്യും. ടാസ്ക് കുളമായതിൽ എല്ലാവർക്കും പങ്കുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് വിവരം വേണ്ടേ, ഇത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്നൊക്കെ പറയുന്നു. സത്യമായിട്ടുള്ളതായിരിക്കും. മുൻപ് ഇതേ അനുമോൾ പല ടാസ്കും കുളമാക്കിയില്ലേ. ഇതിപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. ഇതെന്താ അനുമോളും ടീമുകളൊക്കെ ടാസ്ക് കുളമാക്കിയോ? ഇതെന്തുവാടെ എല്ലാവരും ഇങ്ങനെ ഒരു തരത്തിലും ഒരു ഗെയിം പോലും നേരെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ടീംസ് ടാസ്കുകളൊക്കെ കുളവാക്കുന്നു. യൂണിയൻ നേതാവിൻ്റെ ടാസ്ക് കഴിഞ്ഞ ആഴ്ച 3 കഴിഞ്ഞു. ഇന്നും ആ കഥാപാത്രമായി അക്ബർ ജീവിക്കുന്നു. ടാസ്കുകൾ കുളമാക്കുന്നു, അലമ്പ് കളിക്കുന്നു, റിപ്പീറ്റ്. 200 രൂപ കൊടുത്തുള്ള PR പണിയിരിക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ റിയൽ ഗെയിമർ പോസ്റ്റുകളും കുറഞ്ഞു. എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ മൊത്തത്തിൽ. അടുത്തതാരാ? സീസൺ 7 50 ദിവസം പിന്നിട്ട സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇവരിൽ ഒരാളായിരിക്കും ഈ സീസണിൽ ഒരേ ഒരു രാജാവ്. അനീഷ് ഒരു ഷാനവാസ്. ഫോട്ടോ കിട്ടിയേക്കുന്നു എന്തോ ലോഡാവുന്നുണ്ട്. ഷാനവാസ് രാജാവ്, അനീഷ് രാജാവ്. സോ ഗൈസ്, എനിക്കറിയത്തില്ല കേട്ടോ ഇതെന്തൊക്കെയാണ് പോകുന്നത്, ഇതെങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ കണ്ട കാര്യത്തിൻ്റെ അകത്ത് ആദിലയോട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നി, ഒരു നീരസം തന്നെയാണ് തോന്നിയത്. അത് അനീഷിനെ മണ്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. അനീഷിനെ മണ്ടൻ എന്ന് വിളിക്കുന്നതിന്, അത് മണ്ടൻ എന്നുള്ള വാക്കിന്, അത് അനീഷ് ചോദിക്കുന്നുണ്ട് എന്താ വാക്കിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം. ഈ മണ്ടൻ, മന്ദൻ എന്നൊക്കെ പറയുന്നത് റിലേറ്റഡ് ടു തലച്ചോറാണ്. അതൊരു അവസ്ഥയാണ്. നമ്മൾ വെറുതെ ആണെങ്കിലും അറിയാതെ ആണെങ്കിലും നമ്മൾ മണ്ട എന്നൊക്കെ വിളിച്ച് പറയുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? മണ്ട, പൊട്ട, നീ പോടാ ഞൊണ്ടി എന്നൊക്കെ നമ്മൾ വിളിക്കും. നിന്റെ എന്താണ് പോടാ കോന്ത്രപ്പല്ല, എന്താണ് തടിച്ചവനെ, കറുത്തവനെ, എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കുരങ്ങനെ പോലെ ഇരിക്കുന്നവനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഓരോരുത്തരെ കളിയാക്കുമ്പോൾ പറയുന്നവർക്ക് ചിലപ്പോൾ തമാശയായിരിക്കാം. ബട്ട് കേൾക്കുന്നവരും ആ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പോവുകയാണെങ്കിൽ, അത് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആ ഒരു അവസ്ഥ അനുഭവിക്കുന്ന, അതിൻ്റെ വിഷമം പേര് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മറക്കാതിരിക്കുക. മണ്ടൻ എന്നൊക്കെ പറയുന്ന സാധനം റിലേറ്റ് ടു ഒരു കണ്ടീഷനാണ്. അത് നമ്മൾ ഈ പണ്ട് കാലം വല്ല നീ പോടാ മണ്ട, ഇവൻ മണ്ടനാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സാധനം ഒരു ബുദ്ധിയുടെ ഒരു പ്രോബ്ലമാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആക്ച്വലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാതെയോ അറിഞ്ഞോ ഇതൊക്കെ നിരന്തരം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ആ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു സൊസൈറ്റിക്കകത്ത് എവിടെയെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയോ, ഒരു കുറച്ച് ആൾക്കാർക്കെതിരെയോ, ഒരു ജെൻഡറിനെതിരെയോ ഒക്കെ വരുമെന്ന് വിചാരിക്കാം. ആ ഒരു സംഭവമല്ല ഞങ്ങൾ അങ്ങനെയല്ല അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അത് ആ ഒരു തരത്തിലേക്കൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടവരല്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെയാണ് ചെയ്ത് കാണിക്കേണ്ടത്. ആണായാലും പെണ്ണായാലും ഇതര ജെൻഡേഴ്സ് ആയിരുന്നാലും ആരായിരുന്നാലും. ഇപ്പോൾ ആദിലയോടും നൂറയോടൊക്കെ എനിക്ക് ഈ ദിവസം വരെയും എനിക്ക് ഭയങ്കര ഒരു ബഹുമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ നടന്ന് മണ്ടാന്നൊക്കെ വിളിക്കുന്നത്? മണ്ടാന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു വർത്തമാനം പറയുന്നതിലൂടെ അനീഷിനെ ഏത് തരത്തിലേക്കാണ് അനീഷിനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ആദില ശ്രമിക്കുന്നത് അറിയത്തില്ല. അത് ഉള്ള സപ്പോർട്ടിനെ ഓൾറെഡി റിയാസൊക്കെ കയറിയിട്ട് ആദിലേക്കും നൂറയ്ക്കും അത് നശിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ആദിലായിട്ട് തന്നെ സ്വന്തം കുഴി തോണ്ടുന്നത് പോലെ, സ്വന്തം കാലിൽ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന രീതിയിലേക്കുള്ള കളി പോലെ കാണിച്ചു കൂട്ടുന്ന പോലെ തോന്നുന്നു. അവരൊക്കെ ടോപ്പ് 5 എത്തുന്ന ഒരു പ്രതീക്ഷ വെച്ച് പുറത്തുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇടുത്തി വീഴുന്ന പോലത്തെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. സോ എന്തായിരുന്നാലും ആ ഒരു ഏഷ്യാനെറ്റ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ ടാസ്കിൽ ലാലേട്ടൻ തന്നെ വന്ന ആ ഒരു സമയത്ത് പോലും അവിടെ എന്താണ് അനീഷിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ള കാര്യം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഇട്ട വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ എന്താണ് അനുവിനെ മനഃപൂർവ്വം ഞാൻ അനുമോളുടെ ആയിക്കോട്ടെ, മറ്റുള്ള ഈ സീസണിൻ്റെ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, സത്യസന്ധമായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് ആർക്കും
ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അഥവാ നിങ്ങൾക്ക് ചിലപ്പം പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടറിവുള്ള പല ആൾക്കാരും ബിഗ് ബോസുമായിട്ടും ഒക്കെ ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് കമ്പനി ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്ത് പറ്റി സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അവരോടും പറഞ്ഞത് തന്നെയാണ്, എനിക്ക് ഈ സീസണിലെ സെലക്ഷൻ ഈ ഒരു ഗെയിം ഇതെല്ലാം കണ്ടിട്ട് ഇത് ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ മുൻകാല സീസണുകളുടെ ആവർത്തന വിരസത എനിക്ക് തുടക്കം മുതലേ ഫീൽ ചെയ്തു. അത് എനിക്ക് മാത്രമാണ് കേട്ടോ, അത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കും, ഇത് എന്താ പറയുക, അതിനെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കൊന്നും ഒരു സാധനം ഒരിടത്തുനിന്ന് ഉണ്ടാവാതിരിക്കുമ്പോൾ, അങ്ങനെ മെച്ചപ്പെടാതിരിക്കുന്ന ഒരു സീസൺ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ കഴിവുകേടായിരിക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ബിബിയുടെ അല്ല, എൻ്റെ കഴിവുകേടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഭയപ്പെടുകയൊന്നും വേണ്ട, നിങ്ങളാരും ടെൻഷൻ ഒടിക്കുകയും വേണ്ട. ഞാൻ വന്നിട്ട് ഇനിയിപ്പോൾ ആരെയും ഒരൊറ്റ വ്യക്തികളെ നെഗറ്റീവ് ആക്കാനൊന്നും ഞാൻ വരത്തില്ല. ഒരു വ്യക്തിയും ഇവിടെ ഇത് കണ്ടു വന്ന് നിങ്ങളോട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഇതിനകത്ത് ഇനി അടുത്ത് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന പോലെ ക്ലിപ്പുകൾ അയച്ചു തരുമ്പോൾ ഞാൻ അത് കണ്ടിട്ട് ആ ഒരു സാധനം എനിക്കത് ബോധ്യപ്പെടുവാണെങ്കിൽ ഞാൻ അതനുസരിച്ച് സംസാരിക്കുകയുള്ളൂ. അല്ലാതെ എനിക്കൊരിക്കലും ഇന്ന വ്യക്തിയെ പുകഴ്ത്തി ഇന്ന വ്യക്തിയെ താഴ്ത്തിയൊന്നുമില്ല. ഞാൻ ആകെ ഇഷ്ടപ്പെടുന്നൊരു ഗെയിമർ എന്നുള്ള ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അനീഷിനെയാണ്. അനീഷ് ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലാത്ത ഒരാളും കൂടെ ഞാൻ. അത് 99% പുള്ളി ഒരിക്കലും വിന്നറാവാനുള്ള സാധ്യതയില്ല. കാരണം ബി എനിക്ക് നന്നായിട്ടറിയാം, ബിഗ് ബോസ് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു 1% സാധ്യതയുള്ള ഒരു വ്യക്തി. അതുപോലെ തന്നെ ആദില എന്ന് കുറേയൊക്കെ മുന്നോട്ട് വരുമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അവരെക്കുറിച്ചാണ് എനിക്കിപ്പം ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളൊക്കെയാണ് വോട്ട് ചെയ്യുന്നവർ. നിങ്ങൾ നല്ല ഗെയിമേഴ്സിന് വോട്ട് കൊടുക്കും, നല്ല ഗെയിം ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കും. അല്ലാതെ എന്തൊക്കെ സഹതാപത്തിൻ്റെ പേരും പിന്നെ കുറച്ച് കണ്ണുനീരിൻ്റെ പേരിലൊന്നും അല്ല അത് വോട്ടുകൾ ചെയ്യേണ്ടതെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അനു ടാസ്ക് കൊളാക്കിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അനുവാണ് ടാസ്ക് കൊളാക്കിയത്. ഇതിനകത്തൊരു ഗെയിമറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യും പ്ലീസ്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, വളരെ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ഒരു 4-5 വർഷത്തെ അല്ല അതിൽ കൂടുതൽ ഉള്ള ഈ ബിയുടെ ഒരു ഇതൊക്കെ ശൈലി നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനകത്തൊരു ഗെയിമറിൻ്റെ പേര് പറയും. ഗെയിമർ, ഞാൻ അടിവരട്ട് ചോദിക്കുന്നു, ഗെയിമർ, ഒരു ഗെയിമറിൻ്റെ പേര് പറഞ്ഞു തരും. അയാൾ നിൽക്കുന്നിടത്ത് അയാളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നു. അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതെല്ലാം കണ്ടന്റായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ അയാളാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ മറ്റുള്ളവരെ പലതരത്തിൽ സ്പ്ലിറ്റാക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ക്രൂക്കഡായിട്ട് പ്ലേ ചെയ്യാനും കഴിവുള്ള ആ ഒരു ഫോക്സ്, ഒരു ഊൾഫ് അങ്ങനെയൊക്കെ പറയാം. ആ തരത്തിലേക്കുള്ള ഒരു ക്രൂക്കഡ് മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള ഒരു ഗെയിമറിൻ്റെ പേര് പറഞ്ഞ് ഒരാളുടെ പേര് മതി. ഒരാൾ സീസൺ 7 അകത്തുള്ള ഒരു ഗെയിമറിൻ്റെ പേര്, ഗെയിമർ ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുത്തും. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.